ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി സാൻഡ്വിച്ച് റെസിപ്പിയുമായിട്ടാണ്. ഇത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തും നോമ്പല്ലാത്ത സമയത്ത് രാത്രി ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു അടിപൊളി സാൻഡ്വിച്ചാണ്. അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കും നോക്കാം. അപ്പോൾ സാൻഡ്വിച്ച് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ മാവ് ഒന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് 1 കപ്പ് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാലിൻ്റെ ചൂട് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഒരുപാട് കൂടി പോകാനായിട്ട് പാടില്ല. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കൊരു 5 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പോൾ ഇവിടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് മൈദയാണ് കേട്ടോ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മൈദ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴച്ചെടുക്കുന്നത് പോലെ നന്നായിട്ട് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ മൈദ അല്പമായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ടൈറ്റായിട്ട് കുഴക്കുകയും ചെയ്യരുത്, എന്നാലോ ഒരുപാട് ലൂസായിട്ട് കുഴച്ചെടുക്കുകയും ചെയ്യരുത്. അപ്പോൾ നല്ലൊരു പാകത്തിന് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പം ആദ്യം 2 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ആവശ്യമെങ്കിൽ മാത്രം കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്കൊരല്പം ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബൗളിലും ഒന്ന് അതേപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് 1 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്ക് ഇത് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഇത് പൊങ്ങി വരുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഫില്ലിംഗ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കന് വേവിച്ചെടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ചിക്കന് കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുത്തതാണിത്. അതിനുശേഷം കൈകൊണ്ട് ഒന്ന് നുള്ളിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ കൈകൊണ്ട് നുള്ളിയെടുക്കുന്നതാണ് നല്ലത്. നമ്മൾ സാധാരണ മിക്സിയിലൊക്കെ ഇട്ട് പൊടിക്കുന്നതിനെക്കാട്ടും നല്ലത് ഇതിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ നുള്ളി മാറ്റി വെക്കാം. അപ്പോൾ ചിക്കനൊന്നും പ്രത്യേക അളവില്ല, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇതിലെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനായിട്ട് ഞാൻ 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മയോനൈസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ആദ്യം 5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തഹീനയാണ്. അത് ഏകദേശം 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തഹീന ഇല്ല എങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പൊന്നും ചേർക്കേണ്ട. നമ്മുടെ തഹീനയിലും ഉപ്പുണ്ട്, അതുപോലെ തന്നെ മയോനൈസിലും ഉപ്പുണ്ട്. തഹീന നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പാകത്തിനാണ് എരിവും എല്ലാം ഉള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്രീമി ആയിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടെ മയോനൈസ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നുകൂടെ കുഴച്ചെടുക്കണം. ഒരു 1-2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി കുഴച്ചെടുത്ത മാവ് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉരുളാക്കി എടുക്കില്ല, അതുപോലെ ഉരുളാക്കിയെടുക്കാം. അത്യാവശ്യം വലിയ ഉരുളകളാക്കി തന്നെ നമുക്കെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എല്ലാം ഉരുളകളാക്കി എടുക്കാം. ഞാൻ ഈ ഒരു വലുപ്പത്തിൽ ചെയ്തപ്പോൾ നമുക്കിവിടെ 7 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മൾ ഉരുളാക്കിയെടുത്ത ഓരോ ഉരുളയും ഒന്ന് പാലിൽ മുക്കിയെടുക്കാം. അപ്പോൾ പാൽ ചൂടൊന്നും വേണ്ട, സാധാരണ നോർമൽ പാൽ തന്നെ എടുത്താൽ മതി. അതിലൊന്ന് ഡിപ്പ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് എള്ളിലൊന്ന് പൊതിഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ വൈറ്റ് എള്ളാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ എള്ള് ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ വളരെ ചെറിയ തീയിൽ എള്ള് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിൻ്റെ പച്ചച്ചുവൊക്കെ മാറണം, അല്ലെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാലും എള്ള് വല്ലാതെ കടിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് എള്ളിൽ റോൾ ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കണം. അപ്പോൾ എള്ള് വറക്കുന്ന സമയത്ത് അതിൻ്റെ കളറ് മാറിപ്പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ.
അപ്പോൾ ഇതുപോലെ എല്ലാം തന്നെ പാലിൽ മുക്കി എള്ളിൽ പൊതിഞ്ഞെടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇത് പരത്തിയെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് പൊടിയൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പതുക്കെ ഇതുപോലെ പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഒരുപാട് നേരിയതായിട്ട് പരത്തരുത്, ഒരുപാട് വട്ടത്തിലും വേണ്ട. പൂരിനെക്കാട്ടും കുറച്ചുകൂടെ വലുതായിട്ട് പരത്തിയാൽ മതി. ഈ ഒരു വട്ടത്തിൽ പരത്തിയെടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് 4ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ല, അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് ഞാനിവിടെ പരത്തിയെടുത്തിട്ടുള്ളത്. ഈ ഒരു തിക്ക് വേണം കേട്ടോ, എന്നാലേ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. അപ്പോൾ ഞാനിവിടെ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. നമ്മുടെ ഓയിൽ ഞാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആവാതിരിക്കാനായിട്ട് നമുക്കൊരു കോട്ടൺ തുണി കൊണ്ട് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ തീ ഒരുപാട് കൂട്ടി വെക്കേണ്ട, മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് ഇട്ട് ഒരു അര സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി വരും. അപ്പോഴേക്കും ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചു മറിച്ചിട്ടിട്ടൊക്കെ ഇങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് ഡാർക്ക് കളറാവാൻ വേണ്ടി നിൽക്കേണ്ട, നല്ല ഗോൾഡൻ കളറിൽ തന്നെ പൊരിച്ചെടുക്കുക. അപ്പോൾ കാണുമ്പോഴും നല്ല ഭംഗിയായിരിക്കും, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത ഉടനെ തന്നെ ഒന്നത് താന്നുന്ന പോലെ കുറേ നേരം ഇതിങ്ങനെ തന്നെ വീർത്തിരിക്കും. അപ്പോൾ അത് ഇതിൻ്റെ ഉൾഭാഗം കണ്ടില്ല, നല്ല എന്ത് വേണമെങ്കിലും ഫില്ല് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫില്ലിങ് വേണമെങ്കിലും വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കി ഈ ഫില്ലിങ് തന്നെ വെക്കണം എന്നില്ല, ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ലെറ്റ്യൂസ് ലീഫ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ തയ്യാറാക്കിയ ഫില്ലിങ് ഒരു 2 സ്പൂണ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഒലീവ്സ്, പിന്നെ കുറച്ച് ടൊമാറ്റോ, അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കാം. പിന്നെ പിക്കിൾഡ് വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ, അതായത് പിക്കിൾഡ് കുക്കുംബർ, പിന്നെ മുളക്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതൊക്കെ ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി എല്ലാം തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ ബ്രെഡിന്. ഇതിൽ ഞാൻ തക്കാളി എല്ലാം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കണ്ടല്ലോ, നല്ല അടിപൊളി സാൻഡ്വിച്ചാണ്, കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് ഇതിലേക്ക് ഏത് ഫില്ലിങ് വേണമെങ്കിലും വെക്കാൻ. ഇപ്പോൾ കുട്ടികൾക്ക് വേണമെങ്കിൽ ന്യൂട്ടല്ല വേണമെങ്കിൽ ന്യൂട്ടല്ല സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിനുള്ളിൽ ന്യൂട്ടല്ല വെച്ച് കൊടുക്കാം. അതിൽ മയോനൈസ് വേണമെങ്കിൽ മയോനൈസ് തേച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ചീസ് സ്പ്രെഡ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. പിന്നെ ചീസ് ക്യൂബായിട്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടില്ല, അത് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അങ്ങനെ എന്ത് ഫില്ലിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റി മാറ്റി ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സാൻഡ്വിച്ച് റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഞാൻ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.